വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അമ്പലപ്പുഴ സംഘത്തോട് സന്നിധാനത്ത് പോലീസിന്റെ ക്രൂരത. സമൂഹ പൊരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയെ 18-ാം പടിയിൽ തള്ളി വീഴ്ത്തിയിരിക്കുകയാണ് പോലീസ്. അമ്പലപ്പുഴ സംഘത്തോട് എടാ പോടാ വിളികളോടെ അസഭ്യമായി പോലീസ് പെരുമാറ്റം. വിവരങ്ങളുമായി മിഥുൻ മുരളി. മിഥുൻ, വീണ്ടും ശബരിമലയിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നു. പോലീസ് കാർത്തം അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അമ്പലപ്പുഴ സംഘത്തോട് സന്നിധാനത്ത് ഈ പോലീസ് ക്രൂരത കാണിച്ചത്? ഈ സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയെ 18-ാം പടിയിൽ തള്ളി വീഴ്ത്തിയിരിക്കുകയാണ് പോലീസ്. അദ്ദേഹത്തിന് പരിക്കുകൾ എന്തെങ്കിലും ഏറ്റിട്ടുണ്ടോ? എന്താണ് പോലീസിനെ പ്രകോപിപ്പിച്ചത്? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? മിഥുൻ. അശ്വതി, അമ്പലപ്പുഴ സംഘം അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയരാണ്. എരുമേലിയിൽ പേട്ട തുള്ളി ആചാരപരമായി സന്നിധാനത്തേക്ക് എത്തുകയാണ്. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് മറ്റ് ആചാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയാണ് ഇവർ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ എത്തുന്ന ഈ സംഘത്തോട്, 250 അംഗ സംഘത്തോട് വളരെ ക്രൂരമായിട്ടുള്ള പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇന്ന് വൈകിട്ട് 7:30 കൂടി 18-ാം പടി കയറുന്നതിന് വേണ്ടി 18-ാം പടിക്ക് താഴെയുള്ള ക്യൂവിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മോശമായി എടാപോടാ വിളികളോട് കൂടി അസഭ്യമായിട്ടുള്ള പെരുമാറ്റമാണ് ഇവരോട് നടത്തിയത് എന്നുള്ളതാണ് ഇവർ പരാതി പറയുന്നത്. അത് മാത്രമല്ല, ഇവരുടെ സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയെ 18-ാം പടി കയറുന്നതിനിടയിൽ തള്ളി വീഴ്ത്തി അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം വിശ്രമത്തിലാണ്. ഒപ്പം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റിനെ പിന്തുടർന്ന് മർദ്ദിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള പരാതികളാണ് ഇവർ ഉന്നയിക്കുന്നത്. എടാപോടാ വിളികളോട് കൂടി ഈ യൂസ്ലെസ്സുകളെ എന്തിനാണ് പ്രത്യേക സൗകര്യം നൽകുന്നത് തുടങ്ങിയ ആക്രോശിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ്, അസഭ്യ പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ഇവർ പറയുന്നു. പോലീസ് വളരെ നിഷ്ഠൂരമായി ഇവരോട് പെരുമാറി. ആചാരപരമായി സന്നിധാനത്തേക്ക് എത്തിയ ഈ സംഘത്തോട്, അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയരോട് അമ്പലപ്പുഴ സംഘത്തോടുള്ള പെരുമാറ്റം വളരെ നിഷ്ഠൂരമായിരുന്നു എന്നുള്ളതാണ് ഇവർ പരാതി അറിയിക്കുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴ സംഘത്തിന്റെ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ ഇത്തവണത്തെ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ തിരുവനന്തപുരത്ത് പോയി ADGP ശ്രീജിത്ത് സാറിനെ കാണുകയും ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ശബരിമലയിൽ ഇണക്കിത്തരണം എന്നാവശ്യപ്പെടുകയും ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുൻ വർഷത്തെ പോലെ തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾക്ക് എല്ലാവിധ അറേഞ്ച്മെൻറ്റും അവിടെ ഉണ്ടാവും, നിങ്ങൾ അവിടെ എത്തുന്ന മുറയ്ക്ക് എന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി എന്ന് ഞങ്ങൾ മരക്കൂട്ടത്തിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ ബന്ധപ്പെടുകയും ഞങ്ങൾക്ക് പടി കയറുന്നതിന് 7:30 മണി എന്നുള്ള സമയം അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 250 പേരടങ്ങുന്ന സംഘം മരക്കൂട്ടത്തിൽ നിന്നും ക്യൂവായി 18-ാം പടി താഴെ എത്തുന്നത് വരെ ഞങ്ങൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 18-ാം പടി താഴെ എത്തുന്നവരുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വളരെ മാന്യമായാണ് ഞങ്ങളോട് സഹകരിച്ചത്, വളരെ മാന്യമായാണ് ഞങ്ങളോട് പെരുമാറിയത്. എന്നാൽ 18-ാം പടി കയറുന്ന സമയത്ത് അവിടെ താഴെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാർ വേണമെങ്കിൽ കയറിപ്പോടാ എന്നുള്ള രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് വളരെ ക്രൂരമായിട്ട്, വളരെ പരുഷമായിട്ട് എടാ പോടാ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, സ്വാമി ഞങ്ങളോടൊപ്പം ഇനി അയ്യപ്പന്മാർ വരാണ്ട്, അവരെല്ലാം പിന്നിലാണ്. കാരണം ഈ സമയത്ത് മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കണമെന്ന് കരുതി അപ്പുറത്തെ ക്യൂവിൽ നിന്ന് അയ്യപ്പന്മാരെ തുറന്നു വിടുകയും അവിടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുത്തുകയും ചെയ്യും. ഞാൻ താഴെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥനോട്, സ്വാമി ഞങ്ങളുടെ ആൾക്കാർ ഇനിയും പിന്നിലുണ്ട്, അവർ വരാൻ വൈകിയിട്ടുണ്ട്. അപ്പോൾ ആ സ്വാമി പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഒരു സൈഡിലേക്ക് മാറി നിൽക്ക്, നിങ്ങളുടെ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് കയറിയാൽ മതി, ഇവർ ഇത്രയും പേര് കയറിപ്പോട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുന്ന സമയത്താണ് ഈ താഴെ നിന്ന ഈ ചെറുപ്പക്കാരായ 4 പോലീസുകാർ കയറിപ്പോടാ എന്ന് പറഞ്ഞ് ഞങ്ങളോട് ആക്രോശിച്ചത്. ആ സമയത്ത് ഞങ്ങളുടെ പെരിയസ്വാമി കയറിയതിന് ശേഷം ഞങ്ങൾ, ആരുടെ പെരിയസ്വാമി, എന്ത് പെരിയസ്വാമി, ഈ യൂസ്ലെസ്സിനൊക്കെ ഈ സൗകര്യം കൊടുക്കുന്നതാണ് ഞങ്ങളിവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത്, കയറിപ്പോടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഞങ്ങൾ കയറിപ്പോയ സമയത്ത് പിന്തുടർന്ന് സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റിനെ 14 പടി മുകളിലേക്ക് കയറുമെന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുകയും 17-ാം പടിയിൽ വെച്ച് പെരിയസ്വാമിയെ തള്ളിയിടുകയും ആ പെരിയസ്വാമിയുടെ കാലിന് പരിക്കേറ്റു. അദ്ദേഹം ഇപ്പോൾ നീരും വെച്ച് വിരിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. വളരെ പരുഷമായിട്ട് ഇത്രയും മോശമായി ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക അവകാശങ്ങളും അനുവാദങ്ങളും വാങ്ങി പ്രത്യേക ഓർഡറോടുകൂടി സന്നിധാനത്തെത്തിയ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ പേട്ട സംഘത്തോട് ഇത്രയും പരുഷമായി പെരുമാറിയ ഈ പോലീസ് ഉദ്യോഗസ്ഥർ സംഘത്തിൻ്റെ വിരിയിലെത്തി ഞങ്ങളുടെ പെരിയസ്വാമിയോട് മാപ്പ് പറയണം, എങ്കിൽ മാത്രമേ മറ്റന്നാൾ നടക്കുന്ന ശീവേലി എഴുന്നള്ളത്ത് നടത്താവൂ എന്നുള്ളതാണ് സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്. ആചാരാനുഷ്ഠാനത്തിൻ്റെ പൂർണ്ണ അധികാരി അദ്ദേഹമാണ്. അത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് വിടുന്നു. എങ്കിൽ പോലും സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈ പോലീസ് ഉദ്യോഗസ്ഥർ സംഘത്തിന്റെ വിരിയിലെത്തി അദ്ദേഹത്തോട് മാപ്പ് പറയണം. അവർ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പോലീസിനെതിരെ ഇത് ആദ്യത്തെ പരാതിയല്ല. ഇതിന് മുൻപ് മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ തന്നെ പോലീസ് 18-ാം പടിയിൽ നടത്തുന്ന കാടത്തത്തിന്റെ വാർത്തകളൊക്കെ നമ്മൾ ജനം TV പുറത്തുവിട്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ അമ്പലപ്പുഴ സംഘത്തോടാണ് സന്നിധാനത്ത് പോലീസ് ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഈ സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയാണ് 18-ാം പടിയിൽ നിന്നും പോലീസ് തള്ളി വീഴ്ത്തിയത്.